പോണണ്ടില്ലേ കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ. ദൈവദോഷം പറയലടാ, അങ്ങനൊന്നുമില്ല അത് പോകുന്നത്. വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമ്മതിക്കാം. ഇന്നീ പെണ്ണുമ്പിള്ളേരുടെ മെഹന്തിയാ. ആദ്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് മൈലാഞ്ചിടയിൽ ചടങ്ങിലേക്ക് പോവാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മളെ നാട്ടിലൊരു ചടങ്ങുണ്ട്. മൈലാഞ്ചി ഇടാൻ പോകുന്ന പെണ്ണിൻ്റെ കാല് പിടിച്ച് എന്താക്കാനാ? മൈലാഞ്ചി ഇടുന്ന ഞാനാണെങ്കിൽ കാല് പിടിച്ചങ്ങ് ഭിത്തിയിൽ കടിച്ചേനെ. പിന്നെ ഇവിടെ എന്തിനാ കാല് പിടിച്ചതെന്ന് വെച്ചാൽ പെണ്ണുമ്പിള്ളേൻ്റെ കാലിൻ്റെ അടിയിലെ പോലും മൈലാഞ്ചി ഇടണ്ടേ. ഞാനും സിയാനയും കൂടി ട്വിന്നിങ് ആക്കി ഡ്രസ്സ് ഇട്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരേപോലത്തെ ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഇട്ട്. അപ്പോൾ മെഹന്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിടുന്ന കുട്ടിയുടെ ക്ഷമക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ബ്രൈഡിൻ്റെ സിസ്റ്റർ എയർ ഹോസ്റ്റസ് മാത്രമല്ല ആർട്ടിസ്റ്റും കൂടിയാണെന്ന് ഞാൻ നേരെ മനസ്സിലാക്കി. ഇതോളെ സ്വന്തമായിട്ടിട്ട മൈലാഞ്ചി, ഇതോളെ റെഫറൻസ്. മധുരം കഴിച്ച് നമ്മൾ ഈ ഫംഗ്ഷൻ അവസാനിപ്പിക്കുകയാണ്. തൃശ്ശൂർ വെച്ചിട്ടാണ് കല്യാണം. കാഴ്ചകൾ കാണാൻ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും കണ്ട് സഹകരിച്ചതിന് നന്ദി.